കൂട്ടുകാരെ, ഹൈ, പ്രൈസ് ദി ലോർഡ്. ഹാപ്പി സൺഡേ. ദൈവത്തിൻ സന്നിധി സ്വർഗീയമേ, അതു സന്തോഷത്തിൻ അതുല്യതയേ. ദൈവത്തിൻ സന്നിധി സ്വർഗീയമേ, അതു സന്തോഷത്തിൻ അതുല്യതയേ. ദൈവത്തിൻ സാന്നിധ്യം ജയമേകുമേ, ചെന്നിടത്തൊക്കെയും വിജയമേകിടും. ദൈവത്തിൻ സാന്നിധ്യം ജയമേകുമേ, ചെന്നിടത്തൊക്കെയും വിജയമേകിടും. ദൈവത്തിൻ സന്നിധി സ്വർഗീയമേ, അതു സന്തോഷത്തിൻ അതുല്യതയേ. ദൈവത്തിൻ സാന്നിധ്യം ജയമേകുമേ, ചെന്നിടത്തൊക്കെയും വിജയമേകിടും. പൊട്ടക്കിണറ്റിലും വിജയമേകിടും, മിഥ്യാനം വെല്ലുന്ന വിജയമേകിടും. പൊട്ടക്കിണറ്റിലും വിജയമേകിടും, മിഥ്യാനം വെല്ലുന്ന വിജയമേകിടും. പോത്തിഫറിൻ മുമ്പിലും വിജയമേകിടും, ചെയ്യുന്നതിലെല്ലാം വിജയമേകിടും. പോത്തിഫറിൻ മുമ്പിലും വിജയമേകിടും, ചെയ്യുന്നതിലെല്ലാം വിജയമേകിടും. ദൈവത്തിൻ സന്നിധി സ്വർഗീയമേ, അതു സന്തോഷത്തിൻ അതുല്യതയേ. ദൈവത്തിൻ സാന്നിധ്യം ജയമേകുമേ, ചെന്നിടത്തൊക്കെയും വിജയമേകിടും. ദൈവത്തിൻ സാന്നിധ്യം ജയമേകുമേ, ചെന്നിടത്തൊക്കെയും വിജയമേകിടും. സ്വപ്നങ്ങൾ കണ്ട് വിജയം നേടിയിടും, സ്വപ്നങ്ങൾ കേട്ടാലും വിജയം നേടിയിടും. സ്വപ്നങ്ങൾ കണ്ട് വിജയം നേടിയിടും, സ്വപ്നങ്ങൾ കേട്ടാലും വിജയം നേടിയിടും. സ്വപ്നങ്ങളിലൂടെ വിജയം നേടിയിടും, വാഗ്ദത്തങ്ങളിലും വിജയം നേടിയിടും. സ്വപ്നങ്ങളിലൂടെ വിജയം നേടിയിടും, വാഗ്ദത്തങ്ങളിലൂടെ വിജയം നേടിയിടും. ദൈവത്തിൻ സന്നിധി സ്വർഗീയമേ, അതു സന്തോഷത്തിൻ അതുല്യതയേ. ദൈവത്തിൻ സന്നിധി സ്വർഗീയമേ, അതു സന്തോഷത്തിൻ അതുല്യതയേ. ദൈവത്തിൻ സാന്നിധ്യം ജയമേകുമേ, ചെന്നിടത്തൊക്കെയും വിജയം നേടിയിടും. ദൈവത്തിൻ സാന്നിധ്യം ജയമേകുമേ, ചെന്നിടത്തൊക്കെയും വിജയമേകിടും. യാതൊരു തെറ്റും ചെയ്യാത്ത യോസഫ് ഇപ്പോൾ കാരാഗ്രഹത്തിലാണ്. വലിയൊരു ജീവിത പരീക്ഷയെ ജോസഫ് ജയിച്ചു, അല്ലേ? പ്രലോഭനമാകുന്ന ആ പാപത്തെ, സാത്താൻ്റെ കൊണ്ടുവന്ന ആ പരീക്ഷയെ, അതിൻ്റെ ഗൗരവത്തിലും തീവ്രതയിലും കാണാനുള്ള കഴിവ് നമ്മുടെ യോസഫിനുണ്ടായിരുന്നു. ഈ കഴിവ് നമുക്കും ഉണ്ടായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ മദ്യം, മയക്കുമരുന്ന്, മോഷണം, മറ്റു പാപചിന്തകളൊക്കെ ഇവയെ താലോലിക്കാതെ അത് ഭയങ്കരമായിട്ട് നമുക്കാണ്, അതിന് ഭയാനകമായിട്ട് തന്നെ നമുക്ക് കണ്ട് അതിനെ വെറുക്കുക. മാത്രമല്ല, സാത്താൻ്റെ അങ്ങനെയുള്ള പരീക്ഷകൾക്കെതിരെ നമ്മൾ പോരാടിയേ പറ്റൂ. അവിടെ ഒരു വലിയ വിജയം ദൈവത്താൽ നമ്മൾ സാധ്യമാക്കി തീർക്കുക. ഇവിടെ ഇതാ യോസഫ് ഇങ്ങനൊരു സാഹചര്യത്തിലും ആ തടവറയിൽ വന്ന് പെട്ടിട്ടും അവിടെ അവൻ പിറുറുക്കാതെ, പരാതിപ്പെടാതെ ആ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുകയാണ്. ഇവിടെ കാരാഗൃഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവനൊരു കൃപ നൽകി എന്ന് നാം കാണുന്നു. കാരാഗൃഹ പ്രമാണി എന്ത് ചെയ്തു? അതെ, അവൻ ചെയ്യുന്നതൊക്കെ വചനം അങ്ങനെയാണ് പറയുന്നത്, യഹോവ അവൻ്റെ കൂടെ ഇരുന്ന് അവൻ ചെയ്യുന്നതൊക്കെ സഫലമാക്കുകൊണ്ട് അവൻ്റെ കൈക്കീഴുള്ള യാതൊന്നിൻ്റെ ആ കാര്യത്തിൽ കാരാഗ്രഹമാണി നോക്കിയില്ല എന്ന് കാണുന്നു. അതെ, യാതൊന്നും നോക്കാതിരിക്കത്തക്കവണ്ണം അവനെ ആ കാര്യങ്ങളെല്ലാം വിട്ടുകൊടുത്തു. ദൈവം യഹോവ യോസഫിൻ്റെ കൂടെ ഇരുന്നു. ഈ കുണ്ടറയിലും ജോസഫിൻ്റെ കൂടെ കർത്താവ് ഇരുന്നു.
അങ്ങനെ ഇരിക്കെ ഒരു 2 തടവ് പുള്ളികളും പുതിയതായിട്ട് ഈ തടവറയിലെത്തുകയാണ്. അവരെയും ഈ കാരാഗൃഹപ്രമാണി എന്ത് ചെയ്തു? അവിടുത്തെ അകമ്പടി നായകൻ അദ്ദേഹത്തിൻ്റെ യോസഫിൻ്റെ കയ്യിൽ ഇവരെ ഏൽപ്പിക്കുകയാണ്. അതാരായിരുന്നു അറിയാമോ? രാജാവിൻ്റെ പാനപാത്രവാഹകനും പാചകക്കാരനുമാണ്. അവർ തെറ്റ് ചെയ്തിട്ട് എവിടെ എത്തിയിരിക്കുന്നതാണ്. ഇത് നമ്മുടെ യോസഫ് തെറ്റ് ചെയ്യാതെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. എന്നാൽ അവരങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ 2 പേരും ഒരേ രാത്രിയിൽ വെവ്വേറെ സ്വപ്നങ്ങൾ കണ്ടു. യോസഫ് നോക്കുമ്പോൾ ഇവരിങ്ങനെ വിഷാദിച്ചിരിക്കുകയാണ്. എന്തു പറ്റി? നിങ്ങളുടെ മുഖത്ത് എന്താ ഇത്രയും സങ്കടം? ഭയങ്കര വിഷാദമാണല്ലോ, എന്തു പറ്റി? നിങ്ങളുടെ മുഖം മാടിയിരിക്കുന്നത് എന്താണെന്ന് യോസഫ് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ 2 പേര് സ്വപ്നം കണ്ടു, പക്ഷേ അതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാൻ ആരുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യോസഫ് പറഞ്ഞു, അതാണ് കാര്യം, സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലോ, അത് എന്നോട് പറവീൻ, ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം തന്നെ പാനപാത്രവാഹകരുടെ പ്രമാണിയായ അദ്ദേഹം ആയിരുന്നു പറഞ്ഞത്. അദ്ദേഹം പറയാണ്, എൻ്റെ സ്വപ്നത്തിൽ ഇതാ എൻ്റെ മുമ്പിൽ ഒരു മുന്തിരിവള്ളിയിൽ 3 കൊമ്പ് അത് തളുത്തു പൂത്തു, കുലകളിൽ മുന്തിരിങ്ങ പഴുത്തു. ഞാൻ മുന്തിരിപ്പഴം പറിച്ച് ഫറവോൻ്റെ പാനപാത്രത്തിൽ പിഴിഞ്ഞ് പാനപാത്രം ഫറവോൻ്റെ കയ്യിൽ കൊടുത്തു. ഇത് പറഞ്ഞപ്പോൾ യോസഫ് പറഞ്ഞു, ഇതിൻ്റെ അർത്ഥം 3 കൊമ്പ് 3 ദിവസം, 3 ദിവസത്തിനകം ഫറവോൻ നിന്നെ കടാക്ഷിച്ച് തടവിൽ നിന്ന് വിടിയിച്ച് വീണ്ടും നിന്റെ സ്ഥാനത്ത് ആക്കും എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് സന്തോഷമായി. അപ്പോൾ യോസഫ് പറഞ്ഞു, അങ്ങനെ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് ഫറവോനെ എൻ്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഇവിടെ നിന്നും വിടിയിക്കണമേ എന്ന് പറഞ്ഞു. ഈ സമയം അർത്ഥം നല്ലതെന്ന് കണ്ടിട്ട് അപ്പക്കാരുടെ പ്രമാണി യോസഫിനോട് തൻ്റെ സ്വപ്നം പറയുകയുണ്ടായി. ഞാനും സ്വപ്നത്തിൽ എൻ്റെ തലയിൽ വെളുത്ത അപ്പമുള്ള 3 കൊട്ട കണ്ടു. മേലത്തെ കൊട്ടയിൽ ഫറവോൻ്റെ വക അപ്പത്തരങ്ങളൊക്കെയും ഉണ്ടായിരുന്നു. എന്നാൽ പക്ഷികൾ വന്ന് എൻ്റെ തലയിലെ കൊട്ടയിൽ നിന്ന് അവ തിന്നുകളഞ്ഞു എന്ന് പറഞ്ഞു. അതിന് യോസഫ് പറഞ്ഞു, അതിൻ്റെ അർത്ഥം ഇതാകുന്നു, 3 കൊട്ട 3 ദിവസം, 3 ദിവസത്തിനകം ഫറവോൻ നിന്റെ തല വെട്ടി നിന്നെ മരത്തിൽ തൂക്കും, പക്ഷികൾ നിന്റെ മാംസം തിന്നുകളയും എന്ന് പറഞ്ഞു. എന്നാൽ വളരെ സത്യസന്ധമായിട്ട് യോസഫ് പറയുകയാണ്. കൂട്ടുകാരെ, സ്വപ്നങ്ങൾ നല്ലത് തന്നെ. കിടക്കാൻ പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങനെക്കുറിച്ചുള്ള നല്ല സ്വപ്നങ്ങളൊക്കെ തരണേന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ കർത്താവ് നല്ല സ്വപ്നങ്ങളൊക്കെ നമുക്ക് തരും. ഇവിടെ ഇതാ ഫറവോൻ്റെ 3-ാം ദിവസം ഫറവോൻ്റെ തിരുനാളിൽ അവൻ തൻ്റെ ദാസന്മാർക്കൊരു വിരുന്ന് കഴിച്ചു. അപ്പോൾ അപ്പക്കാരുടെ പ്രമാണിയെയും പാനപാത്രവാഹകൻ്റെ പ്രമാണിയെയും ഫറവോൻ ഓർത്തു. പാനപാത്രവാഹകരുടെ പ്രമാണിക്ക് വീണ്ടും ആ പഴയ സ്ഥാനത്ത് അത് ആക്കി. എന്നാൽ അപ്പക്കാരുടെ പ്രമാണിയെ തൂക്കിച്ചു കളഞ്ഞു. യോസഫ് അർത്ഥം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. എന്നാൽ പാനപാത്രക്കാരുടെ പ്രമാണി യോസഫിന് എന്ത് ചെയ്ത് ഓർത്തില്ല എന്ന് മറന്നു കളഞ്ഞു എന്നാണ് വചനം പറയുന്നത്. നമുക്ക് ഇന്ന് പഠിക്കാനുള്ള വാക്യം ഇതാണ്. സദൃശവാക്യം 19:23. യഹോഭക്തി ജീവഹേതുകമാകുന്നു, അതുള്ളവൻ തൃപ്തനായി വസിക്കും. സദൃശവാക്യം 19:23. അതെ, ഏത് സാഹചര്യത്തിലും നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. ആ ഒരു വലിയ വിജയകരമായ ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സന്നിധി സ്വർഗീയമേ, അതു സന്തോഷത്തിൻ അതുല്യതയേ, ദൈവത്തിൻ സാന്നിധ്യം ജയമേകുമേ, ചെന്നിടത്തൊക്കെയും വിജയമേകിടും. ദൈവത്തിൻ